പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പ്രതിയുടെ പരോളിൽ വിമർശനവുമായി ഹൈക്കോടതി. പ്രതികളുടെ പരോളിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു ഹൈക്കോടതി. ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം എന്തുകൊണ്ട് നിരന്തരം പരോൾ ലഭിക്കുന്നുവെന്ന് കോടതി ചോദിച്ചു. സ്വാഭാവികം, പ്രതികൾക്ക് നിരന്തരം പരോൾ ലഭിക്കുന്നത് പരിശോധിക്കപ്പെടണം. കേസിലെ 12-ാം പ്രതിയായ ജ്യോതി ബാബുവിൻ്റെ പരോൾ അപേക്ഷ നിരസിച്ചാണ് കോടതിയുടെ വിമർശനം. അപേക്ഷയിൽ ടി.പി. കേസ് പ്രതി എന്നില്ലെന്നും ഇതല്ല ശരിയായ രീതിയെന്നും കോടതി പറഞ്ഞു. ആർക്കും ഉയർന്നേക്കാവുന്ന ഒരു സംശയമാണ്. പല ഘട്ടത്തിൽ ജനങ്ങൾ പോലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി കൂടി അത്തരത്തിലൊരു വിമർശനം ഉയർത്തിയിരിക്കുന്നു. ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം എന്തുകൊണ്ട് നിരന്തരം പരോൾ ലഭിക്കുന്നു എന്നാണ് കോടതി ചോദിച്ചത്. പ്രതികൾക്ക് നിരന്തരം പരോൾ ലഭിക്കുന്നത് പരിശോധിക്കപ്പെടണമെന്നും കൂടിയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസിലെ 12-ാം പ്രതി ജ്യോതി ബാബു പരോളിന് അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷ നിരസിച്ചുകൊണ്ടാണ് കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. അപേക്ഷയിൽ ടി.പി. കേസ് പ്രതി എന്നില്ല എന്നുള്ളതും കൂടിയാണ് കോടതി പറയുന്നത്. ഇതല്ല ശരിയായ രീതി എന്നും ഇതൊന്നും ശരിയായ രീതിയല്ല എന്നാണ് കോടതി പറയുന്നത്. ഹൈക്കോടതിയാണത് പറയുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പ്രതികളുടെ പരോളിലാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നു. ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം നിരന്തരമായി പരോൾ ലഭിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് അത് മനസ്സിലായിരിക്കുന്നു. പ്രതികൾക്ക് മാത്രം, ഈ ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം എന്തുകൊണ്ട് നിരന്തരം പരോൾ ലഭിക്കുന്നു എന്നാണ് കോടതി ആരാഞ്ഞത്. 12-ാം പ്രതിയായ ജ്യോതി ബാബുവിൻ്റെ പരോൾ അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത്. ശരിയായ രീതിയല്ല ഇതൊന്നും.